ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുട്ടി ദോശ വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള മൂവി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് തട്ടിൽ കുട്ടി ദോശ എന്താണെന്ന് എനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് തട്ടുകടയിൽ നിന്ന് തട്ടിൽക്കുട്ടി ദോശയും ഓംലെറ്റും ഒരു ചമ്മന്തിയും വാങ്ങിയായിരുന്നു. അപ്പം അമ്മ കഴിച്ചിട്ടാട്ടോ ഗൈസ് വന്നത്. അപ്പം എനിക്കും അവൾക്കും അച്ഛൻ്റെ അമ്മയ്ക്കും ഉള്ള ദോശയാണ് വാങ്ങിയിട്ട് വന്നത്. അപ്പം ഞങ്ങൾക്ക് 2 എണ്ണം മതി ഞങ്ങൾ ആദ്യമേ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ദോശ. ഇത് 2 കുഞ്ഞാട്ടോ, ഭയങ്കര വലിപ്പക്കുറവായിരുന്നു. പക്ഷെ എന്തായാലും ഞങ്ങൾ 2 എണ്ണം ആട്ടോ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് 2 എണ്ണം മതി എന്ന് പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല. പിന്നെ ലാസ്റ്റ് മിച്ചം വന്ന് ഒരെണ്ണം നമുക്ക് 2 പേർക്കും പകുതിയാക്കി വെച്ച് തന്നിട്ടോ. അപ്പോൾ ഇതാട്ടോ ദോശ, തട്ടിൽക്കുട്ടി ദോശ എന്നാണ് അവരോട് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തായാലും വാങ്ങാൻ തോന്നി. പിന്നെ നമ്മുടെ ഓംലെറ്റും ദോശയും നൈസ് കോമ്പിനേഷനാണ് ഗൈസ്. നമ്മളിടയ്ക്ക് രാവിലെ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓംലെറ്റും ദോശയാട്ടോ കഴിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടിൽക്കുട്ടി ദോശയും ഓംലെറ്റും. അങ്ങനെ നമ്മളതെല്ലാം പ്ലേറ്റിലാക്കിയിട്ട് പിന്നെ കഴിക്കാൻ വേണ്ടി പോയി. ഫസ്റ്റ് നമ്മൾ ഈ ചമ്മന്തി, ഇത് സവാളയും കൊണ്ട് ഉണ്ടാക്കിയ ചമ്മന്തി കേട്ടോ ഗൈസ്. ഭയങ്കര എരിവായിരുന്നു. എനിക്ക് ഈ ചമ്മന്തി അധികം ഇഷ്ടമല്ല. ദോശയുടെ കൂടെ ഓംലെറ്റാണ് കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഞാൻ മറ്റേ ഓംലെറ്റ് കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. എനിക്കതാണ് കുറച്ചുകൂടി കൂടുതലിഷ്ടം. അപ്പം അത് കൂട്ടി കഴിച്ചു ഗൈസ്. പൊള്ളിയായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. ഭയങ്കര സോഫ്റ്റായിരുന്നു ദോശ. അതിൽ പൊതിഞ്ഞിങ്ങനെ കഴിക്കുമ്പോൾ സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ മറ്റേ ചമ്മന്തി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ചമ്മന്തി എനിക്ക് ഭയങ്കര എരിവായിട്ട് തോന്നി. കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല എരിവായിരുന്നു കേട്ടോ ചമ്മന്തി. അങ്ങനെ നമ്മളത് രാത്രിയിലത്തെ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയിൽ ആ ദോശയും ചമ്മന്തിയും ഓംലെറ്റും ഒക്കെ കൂട്ടി നല്ലോണം എൻജോയ് ചെയ്ത് കഴിച്ചിട്ടോ വീട്ടിലെല്ലാവരും. നൈസ് ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തട്ടുകടയിൽ പോവുകയാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യണം. തട്ടിൽക്കുട്ടി ദോശയും ഓംലെറ്റും പൊളി ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു സാധനം. അപ്പോൾ ഗൈസ്, ഇനിയും നമുക്ക് ഇതുപോലത്തെ വ്ളോഗ്സ് കാണണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.